ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ചു. വെടിനിർത്തൽ ധാരണയായിട്ടുണ്ട്. ഇനി ഈ രണ്ട് രാജ്യങ്ങളുടെയും ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി ചോദ്യം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇനിയും സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള സമാധാനം ശാശ്വതമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് ശരിയാണ്. ആ വിലയിരുത്തൽ കൃത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും ഇവർ തമ്മിലുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ഒന്ന്, ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മൾ കേരളം പോലെയൊക്കെയുള്ള അത്രയും വലിപ്പമുള്ളൊരു പ്രദേശമാണ്. ഏതാണ്ട് 1 കോടിയോളം ജനസംഖ്യയൊക്കെയുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അവരും പലസ്തീനും തമ്മിലുള്ളതായിട്ടുള്ള പ്രശ്നം ഒരുപാട് വർഷങ്ങളായിട്ട് തുടരുന്നതായിരുന്നു. പക്ഷേ ഈ അടുത്ത യുദ്ധത്തിൽ പലസ്തീൻ ഇല്ലാതായി. ഗസയുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ശവപ്പറമ്പാണ്. അതല്ലാണ്ട് വേറെ അതിന് പ്രത്യേകത എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഇസ്രായേലിനൊരു മേധാവിത്വം ഉണ്ടായിരുന്നു, ഒരു ഡോമിനൻ്റ് പൊസിഷൻ. പക്ഷേ ഇസ്രായേൽ അമേരിക്കയെ സുഖിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് കേട്ടുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. ഇറാനിനെ ആക്രമിച്ചതിനുള്ള കാരണം എന്താണ്? അവർ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പോകുന്നത്, അണ്വായുധ നിർമ്മിതിക്ക് പോകും. ആറ്റം ബോംബ് ഈ ലോകത്ത് എത്രയോ രാജ്യങ്ങളാണ് ആറ്റം ബോംബ് നിർമ്മിക്കുന്നത്. അവരെയൊക്കെ പോയി ഇവർ ആക്രമിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആറ്റം ബോംബ് ഒരു രാജ്യം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ആ രാജ്യം ആക്രമിക്കപ്പെടാൻ പാടുണ്ടോ? ഇല്ല. അത് ഓരോരുത്തരുടെയും അവകാശമാണ്. അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അവർ ആറ്റം ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു ഭീഷണിയാണെന്നുള്ളത് ശരിയാണ്. അത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാണ്. കാരണം എല്ലാ രാഷ്ട്രങ്ങളുടെ കയ്യിൽ ഇത് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അണ്വായുധങ്ങളുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്ക ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാണ്. അപ്പം പിന്നെ രണ്ടാമത് റഷ്യ. അപ്പോൾ ഈ റഷ്യയും അമേരിക്കയും ഒരു കാലത്ത് ആയുധ നിർമ്മാണ പന്തയത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉള്ളത്. പക്ഷെ അതുകൊണ്ട് അമേരിക്കയോ അതേപോലെ തന്നെ റഷ്യയോ ആരും ആക്രമിക്കുന്നില്ല. ഭയപ്പെട്ടിട്ട് തന്നെയാണ്. അവരാക്രമിച്ചു കഴിഞ്ഞാൽ അവർ ആറ്റം ബോംബ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അമേരിക്ക ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നാഗസാക്കിയും ഹിരോഷിമയും ലോകത്തിന് മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ആറ്റം ബോംബ് വീഴാൻ ആരും ആഗ്രഹിക്കുന്നില്ല, ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയും അത് അമേരിക്കയുടെ കൽപ്പനയ്ക്കനുസരിച്ച് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അവിടെ ഇസ്രായേലിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആരാലും ന്യായീകരിക്കപ്പെട്ടില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ആ രാജ്യത്തിൽ ആക്രമണം നടത്തുക, ബോംബിടുക, അവരുടെ നേതാക്കളെ കൊല്ലുക, ഇതൊക്കെ ആരെങ്കിലും അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചടി കിട്ടി. അപ്പോൾ തിരിച്ചടി കിട്ടിയെന്ന് പറയുന്നത് തിരിച്ചടി കിട്ടുമെന്ന് കരുതിയല്ല ഇവർ ആക്രമിക്കുന്നത്. കാരണം ഇവരുടെ ധാരണ, ഇസ്രായേലിൻ്റെ ധാരണ എന്ന് വെച്ചാൽ കുറച്ച് കാലമായിട്ട് ഇസ്രായേലിനെ ആരെയും ഉപദ്രവിക്കാം, അതിനെപ്പോഴും സഹായമായിട്ട് അമേരിക്ക ഉണ്ടാവും. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു ഗുണ്ട നിൽക്കുന്നത് കൊണ്ട് ആരെയും പോയി ആക്രമിക്കാം, ഒരു പ്രശ്നം തങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് കരുതി അഹങ്കരിച്ച രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇറാനിൽ ആക്രമണങ്ങൾ നടത്തിയത്. പക്ഷേ അവർക്ക് തിരിച്ചടികൾ കിട്ടി. കാരണം അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ അയൺ ഡോം പോലെയുള്ള സംവിധാനത്താൽ എല്ലാത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്നവർ വിശ്വസിച്ചിരുന്നു. അത് തെറ്റാണ് എന്ന് ഈ പിൽക്കാല സംഭവങ്ങളെല്ലാം തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഇറാനും ഇത് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഇസ്രായേലിൽ നിന്ന് ഏത് സമയത്തും ആക്രമണം ഉണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ഇറാൻ അറിയാം. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഇറാഖ് എങ്ങനെയാണ് അമേരിക്ക ഉഴുതുമറിച്ച് അവരുടെ സ്വന്തമാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്കയ്ക്ക് അവിടെ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇറാഖിൻ്റെ ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾ കൊള്ളയടിക്കുക. അതിനൊരു കൊള്ളക്കാരനാണ് അമേരിക്ക, അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ ആയുധങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കൊള്ള നടത്തുമ്പോൾ ആ കൊള്ള നടത്തുന്നതിന് എതിരെ ഒരു ശബ്ദവും ഉയരാതിരിക്കുന്നതിന് വേണ്ടി മാത്രം. അങ്ങനെ ഇറാഖ് അവരുടെ സ്വന്തം കസ്റ്റഡിയിലാണ്. അവർ പറയുന്നതനുസരിച്ചാണ് അവിടുത്തെ എണ്ണക്കച്ചവടമൊക്കെ നടക്കുന്നത്. ഇതേപോലെ ഉള്ള ഒരു എണ്ണ രാജ്യമാണ് ഇറാൻ. ആ ഇറാനെ ഇതേപോലെ ഒരു പാവ ഗവൺമെൻറ് ഉണ്ടാക്കി അമേരിക്കയ്ക്ക് വിടുപണി ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റണമെന്നായിരുന്നു അമേരിക്കയുടെ ആഗ്രഹം. ഇത് നമ്മൾ പുറത്തുള്ള രാഷ്ട്രങ്ങളിലിരിക്കുന്ന വ്യക്തികളും
രാഷ്ട്രങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ ഇറാനും കണ്ടിരുന്നു. ഇറാനും അറിയാമായിരുന്നു അമേരിക്ക നേരിട്ടൊന്ന് ബോംബിടുകയല്ല ചെയ്യുന്നത്, ഇസ്രായേലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ പരിമിതികൾ അവർ മനസ്സിലാക്കി. അവർക്ക് ഇസ്രായേൽ ആക്രമിച്ചാൽ തിരിച്ച് അതിനെ ആക്രമിക്കാൻ, ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കാണ്. അതെ, ഒന്ന് ഇറാഖും അതേപോലെ മറ്റൊന്ന് ജോർദാൻ. അതെ, ഇസ്രായേലും അതേപോലെ തന്നെ ഇറാനും നമ്മൾ സൈനിക ശക്തിയുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ കാലാൾ സൈന്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ 4 ഇരട്ടിയെങ്കിലും ഇറാനുണ്ട്. പക്ഷേ ഈ കാലാൾ സൈന്യത്തിന് പോകാനായിട്ട് വഴിയില്ല ഇസ്രായേലിലേക്ക്. അതുകൊണ്ട് അത് അവരെ കൊണ്ടൊരു ഉപയോഗമില്ല എന്നുള്ള കാര്യം ഇറാൻ തിരിച്ചറിഞ്ഞു. പിന്നെ വിമാനത്തിന് പോയിട്ട് ഇസ്രായേൽ ബോംബിടുക എന്ന് പറയുന്നു, അതിന് പറ്റിയ വിമാനമോ അതേപോലെ തന്നെ ആയുധങ്ങളോ അവരുടെ കയ്യില്ല എന്നുള്ളവർ തിരിച്ചറിഞ്ഞു. പിന്നെ എന്താണ് മാർഗം എന്നാലോചിച്ചപ്പോൾ അവർക്ക് അറിയാവുന്നൊരു കാര്യം ഇത് മാത്രമാണ്, ഇവിടെ നിന്ന് മിസൈൽ ഇസ്രായേലിൽ എത്തിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ നിന്ന് പറഞ്ഞാൽ വിട്ടാൽ നേരെ അവിടെ ചെന്ന് വീഴും. ഒരു സൈനികന് പോലും മരണം സംഭവിക്കാൻ സാധ്യതയില്ല. തിരിച്ചും അതേപോലെ തന്നെ വരാം എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് ബോംബുകൾ വരാം, മിസൈലുകൾ വരാമൊക്കെ ചെയ്യാം. പക്ഷേ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം അതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവരുടെ ഇക്കാലം മുഴുവന് അവരുടെ ഗവേഷണം എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് അയക്കുന്ന മിസൈലിനെ കുറിച്ച്. ആ മിസൈലിൽ അവർ ഗവേഷണം നടത്തുകയും ഇസ്രായേലിൻ്റെ സാധ്യത എന്ന് വെച്ചാൽ ഈ അയൺ ഡോം എന്ന് പറയുന്നതായിട്ടുള്ള സാധനം, അയൺ ഡോമിനെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ കണ്ണുവെട്ടിക്കേണ്ടത്, പറ്റിക്കേണ്ടത് എന്ന് പരിശോധിച്ച് അതിന് പറ്റിയ മിസൈലുകൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മിസൈലുകളാണ് നമ്മളിപ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈൽസ് എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെയാണ് പിന്നെ ക്ലസ്റ്റർ ബോംബുമായി പോകുന്നതായിട്ടുള്ള മിസൈൽ. ഇതൊക്കെ ഈ അയൺ ഡോം വെച്ച് തന്നെ ഗവേഷണം നടത്തി അതിന് എങ്ങനെ മറികടക്കാം എന്ന് മനസ്സിലാക്കി ചെയ്തു. അതിലവർ വിജയിച്ചു. അപ്പോൾ ഇസ്രായേൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയത്തൊക്കെ? അവരുടെ ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടന എന്ന് പറയുന്ന മൊസാദ്, ആ മൊസാദിനെ ഇറാനിലേക്ക് പറഞ്ഞയച്ച് ഇറാനിൽ അതിഭീകരമായിട്ടുള്ള ചാരപ്പണി നടത്തി അവിടുത്തെ ഈ ആണവശാസ്ത്രജ്ഞന്മാർ അവരുടെ ഒരു നിര തന്നെ അവർ കൊന്നുകളഞ്ഞു. പട്ടാള മേധാവികൾ അവരെ കൊന്നുകളഞ്ഞു. ഖൊമേനിയെ കൊല്ലുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തോ അത് നടന്നില്ല. അതെ, ട്രംപ് ഇടപെട്ട് തടഞ്ഞു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അല്ലെ, ശരിയായിരിക്കും. ട്രംപ് പറയണതൊക്കെയാണ് നമ്മൾ. കാരണം ട്രംപ് ഈ യുദ്ധത്തിൽ എന്താ ചെയ്യണത്? യുദ്ധം നിർത്തടാ എന്ന് ട്രംപ് അലറി യുദ്ധം നിർത്തി. ആരാണ് ഈ ട്രംപ് എന്ന് ആളുകളൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇയാളിങ്ങനെയൊക്കെ പറയുമ്പോൾ യുദ്ധം നിർത്താനും ഇയാൾ പറയുമ്പോൾ യുദ്ധം നടത്താനും ഒക്കെ ആളുകൾ മാത്രമാണോ മറ്റ് രാഷ്ട്രങ്ങളിലുള്ള രാഷ്ട്രത്തലവന്മാർ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും ട്രംപ് ഈ കാര്യത്തിൽ ഇടപെട്ടു, ഇതൊക്കെ അവസാനിച്ചു. പക്ഷേ ഇസ്രായേൽ അമിതമായ രീതിയിൽ പരിക്കേറ്റ രാഷ്ട്രമായി മാറി. അതെ, ഒരാവശ്യമില്ലാതെ അവർ ഇറാനിൽ പോയി അടിച്ചതാണ്. 40,000 കെട്ടിടങ്ങൾ തകർന്നു. 40,000 കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീബിൽഡ് ചെയ്യണമല്ലോ. അതെ, തൊഴിൽശാലകളും ഉണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പരിക്കുകളൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം ഞാൻ റീബിൽഡ് ചെയ്ത് ശരിയാക്കാം. എന്തായാലും അത്തരം കെട്ടിടങ്ങൾ തകർന്നു എന്നുള്ളത് അവർക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇവരെത്രയോ കോടി ഡോളറാണ് ഈ യുദ്ധത്തിന് വേണ്ടി കത്തിച്ചുകൊണ്ടിരുന്നത്. അതെ, 12 ദിവസം യുദ്ധം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ പാപ്പരായി കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇറാനും പാപ്പരാം. യുദ്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും പാപ്പരാകും. സാമ്പത്തിക ദാരിദ്ര്യമാണ് ഇവരെ വലിയ തരത്തിൽ പിന്നീട് ബാധിക്കാൻ പോകുന്നത്. അവരുടെ ഭാവി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അവരുടെ ഭാവി. ഇവർ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാകുന്ന രാഷ്ട്രം. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർക്ക് എണ്ണ വിഭവം ഉള്ളതുകൊണ്ട് റിക്കവർ ചെയ്യാം. ഈ ഇസ്രായേൽ എന്ത് ചെയ്യും? അല്ല, ഇസ്രായേൽ നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ജൂതന്മാർ. അവർ അമേരിക്കയിലെ വളരെ കീ പൊസിഷൻസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ബിസിനസ് മേഖലകളിൽ അവർക്ക് വലിയ പങ്കുണ്ട്, സ്വാധീനമുണ്ട്. അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും അമേരിക്ക ഈ ഇസ്രായേൽ പറയുന്നത് കേൾക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ പണിയെടുക്കുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ സമ്പത്ത് വളരെ കൂടുതലാണ്. ആ സമ്പത്ത് കൊണ്ടുവന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും അതിൻ്റെ പരിക്ക് അത്ര എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. എന്തായാലും ഇസ്രായേലിനത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു സാധ്യത ഇതാണ്, വിവിധ രാഷ്ട്രങ്ങളിൽ അവരുടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്, പണമുണ്ട് അവർക്ക്. ആ പണത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ
പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക് അവർ തിരിച്ചുവിട്ടേക്കാം. അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് പഴയ ഇസ്രയേലിനെ വീണ്ടും കിട്ടിയേക്കാം. പക്ഷേ മേലാൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു സന്ദേശവും ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അവർക്കൊരാവശ്യമില്ല, അവരാരും ആക്രമിക്കുന്നില്ല. അവരാരും ആക്രമിക്കാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അവരും മറ്റുള്ളവരും ആക്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഹമാസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഹമാസ് ആവശ്യമില്ലാത്ത പണിക്ക് പോയി പണി കിട്ടി. കാരണം അവർ ഇസ്രയേലിനെ ആക്രമിച്ചു. അപ്പോൾ തിരിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുക മാത്രമല്ല ചെയ്ത്, അവർ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞു. അവിടെ ഒരു കാവ്യനീതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കയറി പ്രേംലാലിനെ ഇടിച്ചു കഴിഞ്ഞാൽ പ്രേംലാലിനെ ഇടിച്ച് പൊളിച്ച് കളയാനുള്ള ധാർമ്മികത ഉണ്ടെന്നുള്ളതാണ്. അതെ, അതാണ് ഇസ്രയേലിന് ആ കാര്യത്തിൽ കിട്ടിയ വിജയം. പക്ഷേ ഇവിടെ ആ ധാർമ്മികത ഇസ്രയേലിനല്ല കിട്ടിയത്, ഇറാനാണ് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പൊസിഷൻ വളരെ കൃത്യമാണ് എങ്കിൽ നമുക്ക് മുന്നേറാം. നമ്മുടെ പൊസിഷൻ മോശമാണ് എങ്കിൽ നമുക്ക് തകരാം. ഇസ്രയേൽ ആദ്യത്തേൽ നല്ല പൊസിഷനിലും, അതായത് ഹമാസിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ നല്ല പൊസിഷനിലും, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ മോശം പൊസിഷനിലുമായിരുന്നു എന്നാണ് മനസ്സിലായത്.